ഹലോ മച്ചന്മാരെ, അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മളിന്നൊരു ഓഫ് റോഡ് വീഡിയോ, ട്രാവലും വീഡിയോ അല്ല. ഇന്ന് നമ്മളൊരു ഇത് കാണാൻ പോവാണ്. അത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു ആർട്ട് വർക്ക് കാണാൻ പോവാണ്. നമ്മുടെ എൻഫോടെക് മച്ചന്മാരുണ്ടാക്കിയ വീഡിയോ ഒരു ആർട്ട് വർക്കാണിത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ പൂപ്പത്തിലാണ്. ഇവിടെ നിന്ന് ആകെ നിസ്സാര കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ തൊട്ടടുത്തുണ്ടാക്കിയിട്ട് നമ്മൾ കാണാണ്ട് പോകുന്നത് മോശമല്ലേ? അത് ഇത്ര നല്ലൊരു അത് ഏകദേശം 20 അടിയാണ് വരുന്നത്. ഏകദേശം വലിയൊരു ആർട്ട് വർക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വിട്ടാലോ. അപ്പോൾ ഗൈസ്, ഇത് നമുക്ക് അവിടേക്ക് പോവാം. നമ്മളിന്ന് പോകാൻ പോകുന്നത് ഇതിലാണ് കേട്ടോ, ഈ മുതലിലാണ്. നമ്മുടെ ഹിമാലയൻ കുറച്ചാളത്തേക്ക് എടുത്ത് വെച്ചേക്കാണ്. തൊട്ടടുത്തൊക്കെ വരെ പോകണമെങ്കിൽ ഹിമാലയയിൽ ഒന്ന് മോശക്കേടല്ലേ. ഇതിലാകുമ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. പോയിട്ട് സുഖമായിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിലാണ് പോകുന്നത്. അപ്പോൾ മച്ചാമാരെ നമുക്ക് നമ്മുടെ ലൊക്കേഷനിലേക്ക് പോവാം. ഇവിടെ നിന്ന് അങ്ങോട്ട് നിസ്സാര കിലോമീറ്റർ ഉള്ളൂ. ഈ വഴി കൂടെ പോകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് വഴിക്ക് പോകുമ്പോഴാണ് നമ്മുടെ ജിയോ മച്ചാൻ്റെ അവരുടെ വീട്. നമ്മുടെ ത്രെഡിങ് ആർട്ട് ഉള്ളത് ഈ സൈഡാണ്. പള്ളിപ്പുറത്താണുള്ളത്. പള്ളിപ്പുറത്താറായി. അവിടെ നിന്ന് നമ്മുടെ പൊയ്യേക്ക്, അതായത് കോട്ടമുറിക്ക് പോണ വഴിയിലാണ് ലൊക്കേഷൻ വരുന്നതാണ്. ആളുടെ ഗൂഗിൾ മാപ്പ് ഇതിനകത്ത് ആളുടെ വീഡിയോസിനകത്ത് ലൊക്കേഷൻ ഇട്ടുണ്ടായി. അപ്പോൾ ലൊക്കേഷൻ വെച്ചിട്ട് ആ വഴിയാണ് വരുന്നത്. നമുക്കറിയില്ല സംഭവം. ആള് വീഡിയോ ഉണ്ടാക്കിയിട്ട് രണ്ടാഴ്ചയായി തോന്നുന്നു. ഒരാഴ്ച എന്തായാലും കഴിഞ്ഞു. കാരണം അതിപ്പോൾ ഇപ്പം അവിടെ ഉണ്ടോയെന്ന് പോലും നമുക്കറിയത്തില്ല. നമ്മൾ പോയി നോക്കേണ്ടി വരും. അവർ മാറ്റിക്കൊണ്ടുപോയോ അല്ലെങ്കിൽ അവിടെ ഉണ്ടോ എന്ന് ഒരു പിടിയില്ല. മച്ചാമാരെ, നമ്മുടെ ലൊക്കേഷൻ എത്താറായി. തോന്നുന്നു വഴി ഇതല്ല. ഇതല്ല, ഈ വഴി. ഇതിൻ്റെ അവിടെ റൈറ്റ് എടുത്തിട്ടാണ്. അങ്ങനെ മച്ചാമാരെ, അത് ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ആളുണ്ടാക്കിയ ഒരു വർക്ക്. ഇതാണ് മറ്റേ ത്രെഡ് ആർട്ടിൻ്റെ വർക്ക്. എൻ്റെ പൊന്നു, നിങ്ങൾക്ക് അടുത്ത് നിൽക്കുമ്പോൾ ശരിക്കും മനസ്സിലാവുണ്ടോയെന്ന് അറിയില്ല. നമുക്ക് ഇത്തിരി അകലേക്ക് പോകും. പക്ഷെ അകലയിൽ നിന്ന് നോക്കുമ്പോഴായിരിക്കും
ശരിക്കും ഒന്നുകൂടി ഒരു ലുക്ക് കിട്ടുന്നത്. ഓ ഈ വഴിക്കും വരാം കേട്ടോ, 2 വഴിക്കും വരാം. നോക്കൂ ഗൈസ്, നിങ്ങൾക്ക് എങ്ങനെ ക്ലിയർ ആയിട്ട് കാണണമെന്നറിയില്ല. എന്തായാലും ഇപ്പോൾ ക്യാമറയിൽ എങ്ങനെ കാണുമെന്നറിയില്ല. എൻ്റെ പൊന്നു മോനെ, ഇതാണ് ആ ഒരു വലിയൊരു വർക്ക് എന്ന് പറഞ്ഞത്. സംഭവം എങ്ങനെയുണ്ട്? കാരണം അവർ 4-5 ദിവസം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ഒരു വലിയൊരു മുതലാണ് ഇത്. ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 20x20 20 അടിയാണ് വരുന്നത്. കൊള്ളാമല്ലേ? ഓ സമ്മതിക്കണം, ഇത്ര ദിവസം ഇരുന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാൽ അവരെ സമ്മതിക്കണം. അതായത് മച്ചാമാരെ, ഇതാണ് നമ്മുടെ വർക്ക്, ത്രെഡിങ് ആർട്ട്. എൻ്റെ പൊന്നു, ഒടുക്കത്തെ വെയിലാണ് ഇവിടെ, സമ്മതിക്കണം. നല്ല ചൂടാണ്, മരങ്ങൾ സൈഡിലും മരങ്ങളൊന്നും ഇല്ല, ഒടുക്കത്തെ ചൂടാണ്. എന്തായാലും അവരെ സമ്മതിക്കണം, കാരണം ഇത്രയും ചൂടത്തും ഇത്ര വെയിലത്തും അവർ ഇത് 4-5 ദിവസം എടുത്ത് ഇത് ഉണ്ടാക്കിയപ്പോൾ അവരെ സമ്മതിക്കണം. എന്താ അല്ലേ സംഭവം? അത്യാവശ്യം നല്ലൊരു വലിപ്പം തന്നെയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും 20 അടിയാണ്. സമ്മതിക്കണം, അവരെ വർക്കൊക്കെ നല്ല അടിപൊളി വർക്കുകളാണ് അവരുടെ. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നല്ല വെയിലാണ്, ഒട്ടും നിൽക്കാൻ പറ്റില്ല. അയ്യോ, ഒരുവിധം ഇത്ര നേരം വന്നപ്പോഴേക്കും വയ്യാണ്ടായി, വേർത്ത് ഒലിക്കാൻ തുടങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതേമാതിരി വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മെസ്സിനെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനേക്കാൾ അടുത്തൊരു പവർ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.